പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മിശ്ര വിവാഹം അരുത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന് കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം. അതിനാൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. യോഹന്നാൻ 14:14. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമക്കൾ ലഭിച്ച ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിലൊരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തൃശ്ശൂരിൽ നിന്ന് ഗ്രേസി എഴുതുന്നു, ഞാൻ പതിവായി അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുള്ള വ്യക്തിയാണ്. ഒരുപാട് നന്മകൾ എൻ്റെ കുടുംബത്തിൽ അതുവഴി സംഭവിച്ചിട്ടുണ്ട്. വചനം കേൾക്കുന്നത് ആനന്ദപ്രദമായി ഞാൻ എണ്ണുന്നു. എൻ്റെ മകൾക്ക് വിവാഹത്തിന് ശേഷം 3 വർഷങ്ങളായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു പ്രതിവിധി അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ വലിയ വേദന അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന സമയത്ത് ടീമിനോട് ചേർന്ന് ദൈവസന്നിധി സമർപ്പിച്ചു. ഞാനും മക്കളെല്ലാം അഭിഷേകാഗ്നിയുടെ സമയത്ത്
മകൾക്ക് കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രമല്ല, കുഞ്ഞിനെ ലഭിച്ചാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. അതിൻ്റെ ഫലമായി അഭിഷേകാഗ്നി പ്രോഗ്രാം ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ മാസം തന്നെ ഞങ്ങളുടെ മകൾ 3 വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായി. വിവാഹത്തിന് ശേഷം 3 വർഷങ്ങളായി ഗർഭിണിയാകാതിരുന്ന, വിവാഹത്തിന് ശേഷം 3 വർഷങ്ങളായി കുട്ടികളുണ്ടാകാതിരുന്ന ഈ കുടുംബത്തിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം പങ്കെടുത്ത് സാക്ഷ്യപ്പെടുത്താൻ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിൽ ആ കുടുംബത്തിൽ ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു, ഗർഭിണിയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ ദുഃഖ ദുരിതങ്ങൾ കർത്താവിന് സമർപ്പിക്കുക, ഓരോ വേദനകൾ കർത്താവിന് സമർപ്പിക്കുക, കർത്താവിനെ വിളിക്കുക. കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം, അവർ എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നിരാശപ്പെട്ടിരിക്കുക. നീ വേദനയിലിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഈ നിമിഷങ്ങളിൽ ടീമിനോട് ചേർന്ന് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, സഭയുടെ പ്രാർത്ഥനകളോട് ചേർന്ന് ഇതാ ഈ കുടുംബങ്ങളുടെ മുഴുവൻ വേദനകളും ഈ വ്യക്തികളുടെ മുഴുവൻ ദുഃഖങ്ങളും പിതാവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിരുസന്നിധാനത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ദൈവശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. ഓരോ കുടുംബങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. വലിയ അടയാളങ്ങൾ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. വലിയ മാനസാന്തരങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. മദ്യപാനശീലം വിട്ടുപോകട്ടെ. പുകവലിയ ശീലം വിട്ടുപോകട്ടെ കർത്താവേ. കുടുംബ തകർച്ചകൾ വിട്ടുപോകട്ടെ കർത്താവേ. നിരീശ്വരജന്ത് വിട്ടുപോകട്ടെ. കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുള്ള അവസ്ഥകൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ ഐക്യം ഉണ്ടാകട്ടെ. വചനം കേൾക്കാൻ തുറവ് ലഭിക്കട്ടെ. വചനം കേൾക്കാൻ തടസ്സങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ദൈവമക്കൾക്ക് വചനം കേൾക്കാനുള്ള സകല തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലും വചനാഭിഷേകം നിറയട്ടെ. എല്ലാ കുടുംബങ്ങളിലും ആത്മീയ അഭിഷേകം നിറയട്ടെ. എല്ലാ കുടുംബങ്ങളിലും ദൈവകൃപയുടെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മിശ്ര വിവാഹം അരുത്. ഇത് ദൈവം തൻ്റെ പരിശുദ്ധ വചനങ്ങളാൽ നിരോധിച്ചിരിക്കുന്ന ഒരു സംഗതി അത്രേ. ഒരുപാട് വ്യക്തികൾക്ക് തെറ്റായ ധാരണയുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരല്ലേ, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ഒരാളെ ഞാൻ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? വേറെ ചിലർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, മാതാപിതാക്കന്മാർ ആലോചിച്ച് കൊണ്ടുവരുമ്പോൾ അവർ ഞങ്ങൾക്ക് പരിചയമില്ലാത്തവരല്ലേ, അതുകൊണ്ട് ആ വിവാഹം ചിലപ്പോൾ പരാജയപ്പെട്ടാലോ, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ട് നേരത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ നേരത്തെ തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ട് കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നതല്ലേ നല്ലത്. പ്രിയപ്പെട്ട, ഒരുപാട് തരത്തിലുള്ള നുണ ഉപദേശങ്ങളും ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളും ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ സാത്താൻ വിതച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, വഞ്ചിതരാകരുത്. പിതാക്കന്മാരായി കാർന്നോമാരായി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ ഗോത്രത്തിലും ആചരിച്ച് വന്നിരുന്ന ശീലങ്ങൾക്കും രീതികൾക്കും അതിൻ്റേതായ ദൈവിക അടിസ്ഥാനമുണ്ടെന്ന് മകളെ നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം കാറ്റിൽ പറത്തി സ്വന്തം വഴിയെ നടക്കരുത്. തലമുറകളായി ആചരിച്ചു വന്നിരുന്ന ചില രീതികൾക്കും ശീലങ്ങൾക്കും അതിൻ്റെതായ ഒരു ദൈവിക അടിസ്ഥാനമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മിശ്ര വിവാഹം അരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ വ്യക്തമായി പ്രബോധിപ്പിക്കുന്നുണ്ട്. ഒരു തിരുലിഖിത ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്ത് തൻ്റെ കൊച്ചുമകനെ അടുത്ത് വിളിച്ച് അവൻ്റെ ഭാവി സുരക്ഷിതമാകാൻ വേണ്ടി ഉപദേശിക്കുന്നൊരു ഉപദേശം തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങളിലുണ്ട്. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനതൊന്ന് ഉറക്കെ പ്രഘോഷിക്കട്ടെ. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ തന്നെ കാത്തുകൊള്ളുക. നിൻ്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം നിനക്ക് ഭാര്യയെ സ്വീകരിക്കുക. അന്യ ജനതകളിൽ നിന്ന് നീ വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണല്ലോ ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക,
നിൻ്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിൻ്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. ഹല്ലേലൂയ. നീ ഒരു തോന്നലിന് എടുത്തു ചാടരുത്. നീ നിൻ്റെ ദൈവമായ കർത്താവ് വിശുദ്ധ വചനങ്ങളിലൂടെ നിനക്ക് നൽകിയിരിക്കുന്ന ദൈവീകമായ വഴികളെ അവഗണിച്ച് നീ തോന്നിവാസം നടക്കാൻ തക്കവണ്ണം നീ അഹങ്കാരത്തിൻ്റെ പിടിയിൽ അമരരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. പ്രൈസ്. നിൻ്റെ പിൻതലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിൻ്റെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ കൃപയുണ്ടായിരുന്ന സോളമൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം ദൈവത്തിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം സോളമന് ദൈവത്തെ പദാനുപദം അനുഗമിക്കാൻ കഴിഞ്ഞില്ല. സോളമൻ യുദ്ധത്തിന് പോയ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് സോളമൻ ഇഷ്ടപ്പെട്ട രാജകുമാരിമാരെ ഭാര്യമാരായി വിവാഹം ചെയ്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ സോളമൻ്റെ അധപതനം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം സോളമന് 3 തവണയാണ് പ്രത്യക്ഷപ്പെടുന്നത്. സോളമൻ്റെ ആയുസ്സിൽ 3 തവണയാണ് ദൈവം സോളമന് പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ 3-ാം തവണ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം സോളമനോട് പറയുന്നൊരു കാര്യമുണ്ട്. രാജ്യം നിന്നിൽ നിന്ന് ഞാൻ പറിച്ചെടുത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരുവന് ഞാൻ കൊടുക്കും. ദൈവം സോളമനോട് അപ്രീതി കാണിക്കുകയാണ്. സോളമൻ്റെ രാജ്യം സോളമനിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു ജനതയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. ഉടനെ സോളമൻ കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കാരണം സോളമൻ തൻ്റെ പിതാവായ ദാവീദിനെ പോലെ കർത്താവിനെ പദാനുപദം അനുഗമിച്ചില്ല, പൂർണ്ണമായും അനുഗമിച്ചില്ല. സോളമൻ എവിടെയാണ് തെറ്റുപറ്റിയത്? ദൈവം സോളമനോട് പറഞ്ഞിരുന്നു, നിൻ്റെ ജാതിയിൽപ്പെടാത്ത, നിൻ്റെ ഗോത്രത്തിൽപ്പെടാത്ത, നിൻ്റെ വിശ്വാസത്തിൽപ്പെടാത്ത ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ച് നിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരരുത്. എന്നാൽ അത് മാത്രം സോളമന് പാലിക്കാൻ പറ്റിയില്ല. സോളമൻ യുദ്ധത്തിന് പോയ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് രാജകുമാരിമാരെ വിവാഹം ചെയ്ത്, ഫറവോയുടെ മകളെ പോലും വിവാഹം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാവരും സോളമൻ്റെ വാർദ്ധക്യത്തിൽ സോളമൻ്റെ മനസ്സിനെ സ്വാധീനിച്ച് അവരവരുടെ ദൈവമാരെ ആരാധിക്കാൻ സോളമനെ കൊണ്ടുപോയി. വാർദ്ധക്യത്തിൽ സോളമനെ രാജാക്കന്മാർ 1-ാം പുസ്തകം 11-ാം അധ്യായം ചിത്രീകരിക്കുന്ന ഇങ്ങനെയാണ്. അവൻ ദേവന്മാരുടെയും ദേവിമാരുടെയും പ്രതിമകൾ ഉണ്ടാക്കി, അവൻ പൂജാരിമാരെ നിയമിച്ച് അവർക്ക് പൂജാഗൃഹങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ഒരു രംഗമാണ്. സോളമൻ്റെ ഭാര്യമാർ സോളമൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വ്യതിചലിപ്പിച്ചു. ഈ ഒരു അപകടത്തെ ദൈവം മുൻകൂട്ടി ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. നീ നിൻ്റെ വിശ്വാസത്തിൽപ്പെടാത്ത ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ച് നിൻ്റെ ആത്മനാശം വരുത്തരുത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ ദൈവമക്കൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം, നിൻ്റെ കുലത്തിലും ഗോത്രത്തിലും വിശ്വാസത്തിലും പെടാത്ത ഒരു വ്യക്തിയുമായി ഒരു കാരണവശാലും നീ ഒരു ഉടമ്പടി ഉണ്ടാക്കരുത്, നീ ഒരു സഖ്യം ഉണ്ടാക്കരുത്, നിൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും അങ്ങനെയുള്ളവർക്ക് നീ വിവാഹം ചെയ്ത് കൊടുക്കരുത് എന്ന് വ്യക്തമായി ദൈവം തൻ്റെ വിശുദ്ധ കൽപ്പനയാൽ പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിരോധിച്ചിരുന്നു. എന്നാൽ സോളമന് അത് പാലിക്കാൻ പറ്റിയില്ല. അത് മാത്രം സോളമൻ തെറ്റിച്ച്, ബാക്കി എല്ലാ കൽപ്പനകളും സോളമൻ അനുസരിച്ച്. പക്ഷേ ഈ ഒരു ലംഘനം അവന് വലിയ വിനാശം വിളിച്ചു വരുത്തി. ഹല്ലേലൂയ. വലിയ വിനാശം വിളിച്ചു വരുത്തി. അവൻ്റെ ആ കാലത്തിന് ശേഷം രാജ്യം 2ആയി വെട്ടിമുറിക്കപ്പെട്ടു. സോളമൻ്റെ കാലശേഷം 10 വർഷത്തിനുള്ളിൽ 5 പിൻഗാമികളുടെ തല വെട്ടിമാറ്റപ്പെട്ടു. വലിയ ആഭ്യന്തര കലാപങ്ങളുണ്ടായി. രാജ്യം ശിഥിലീകരിക്കപ്പെട്ടു. അങ്ങനെ സോളമൻ്റെ വംശവും സോളമൻ്റെ രാജ്യവും വലിയ തകർച്ച നേരിട്ടു. അതിനെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി, അഭിലാഷങ്ങളിൽ നിന്നെ കീഴ്പ്പെടുത്തി, നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി, സന്തതി പരമ്പരയെ മലിനമാക്കി, അവരെ ക്രോധത്തിന് ഇരയാക്കി, നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. ഒരുപാട് തകർച്ച തുടർന്ന് വരുന്നതാണ് സോളമൻ്റെ ജീവിതത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വെറുതെ അല്ല ജീവിക്കുന്ന കർത്താവ് തൻ്റെ മക്കൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജീവിക്കുന്ന കർത്താവ് താൻ തൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞെടുത്ത് തൻ്റെ മക്കൾക്ക് ഒരു ഉപദേശം, ഒരു നിർദ്ദേശത്തെ നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരുടെ ഒരു നന്മ അവിടുന്ന് കാംക്ഷിച്ചുകൊണ്ടല്ലേ അത് നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഉപദേശത്തെ നിന്ദിക്കരുത്. ഞാൻ കണ്ടുപിടിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്, എല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ, നിന്റെ തോന്നിവാസം നടക്കാൻ വേണ്ടി നീ തട്ടുത്തരം ചിന്തിച്ച് നീ ഉപദേശത്തെ നിന്ദിക്കരുത്.
ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 11-ാം വാക്യം, ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്, അവൻ്റെ പ്രത്യാശ വ്യർത്ഥമാണ്, അവൻ്റെ പ്രയത്നം നിഷ്ഫലമാണ്, അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗമാണ്. മകനെ മകളെ, നീ ഉപദേശത്തെ നിന്ദിക്കരുത്. നീ ദൈവിക പ്രബോധനത്തിന് നീ ചെവി കൊടുക്കണം. ഇതിന് കറയുണ്ട്, ഇതിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിൻ്റെ വചനം യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണയില്ലാത്ത സന്തതികൾക്ക് ദുരിതം. എൻ്റേതല്ലാത്ത സഖ്യം ഉണ്ടാക്കുകയും എൻ്റേതല്ലാത്ത പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടുന്ന സന്തതികൾ. അപ്പം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കൂട്ടുകെട്ടുകൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സഖ്യം, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വിവാഹ ഉടമ്പടി ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം പറയണത് പാപം കുന്നുകൂട്ടുന്ന സന്തതി എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇത് കർത്താവ് നിരോധിക്കുന്നത്? കാരണം കർത്താവിനൊരു നിർബന്ധമുണ്ട്: നിന്റെ വരും തലമുറ അനുഗ്രഹിക്കപ്പെടണം. നിന്റെ വരും തലമുറ അനുഗ്രഹിക്കപ്പെടണം. നീ ഒരു അനുഗ്രഹത്തിൻ്റെ വംശമായിരിക്കണം. നീ ബലമുള്ളൊരു വംശമായിരിക്കണം. നീ കൃപയുള്ളൊരു വംശമായിരിക്കണം. ഇതിനു വേണ്ടി അത്രേ നിന്റെ ദൈവം നിനക്കായി വചനങ്ങളും പ്രബോധനങ്ങളും ജ്ഞാനവും ഉപദേശവും വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സോളമന് സംഭവിച്ചു, എനിക്കൊന്നും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയരുത്. കൊറിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായം 11-ാം വാക്യം, ഇതെല്ലാം അവർക്ക് ഒരു താക്കീതിനായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു ഗുണപാഠമാകേണ്ടതിന് അതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം അവർക്കൊരു താക്കീതിനായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു ഗുണപാഠമാകേണ്ടതിന് അതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ അതെല്ലാം എഴുതി വച്ചിരിക്കുന്നത് സോളമന് വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. സോളമൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അധപതനവും അതേ തുടർന്ന് വംശത്തിലുണ്ടായ അവൻ്റെ ഭോഷത്വം അവൻ്റെ സന്തതികൾക്ക് ദുഃഖ കാരണമായെന്നുള്ള വചനങ്ങളെല്ലാം പ്രിയപ്പെട്ട മകനെ മകളെ അവർക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടതെന്ന് ചിന്തിക്കരുത്. അതെല്ലാം അവർക്കൊരു താക്കീതിനായിട്ട് സംഭവിച്ചു. നമുക്കൊരു ഗുണപാഠമാകേണ്ടതിന് അതെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. നിന്റെ വംശത്തിൽപ്പെടാത്ത ഒരാളെ വിവാഹം ചെയ്യാൻ നീ നിന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കരുത്. നിന്റെ വിശ്വാസത്തിൽപ്പെടാത്ത ഒരാളെ നിന്റെ ജീവിത പങ്കാളിയായി നീ തിരഞ്ഞെടുക്കരുത്. അന്യജാതികളിൽ നിന്ന് നിനക്ക് ജീവിത പങ്കാളിയെ നീ തിരഞ്ഞെടുക്കരുത്. നീ നിന്റെ വിശ്വാസത്തിലും നിന്റെ ഗോത്രത്തിലും പെട്ട നിന്റെ വിശ്വാസം പങ്കിടുന്ന നിന്റെ ഒരേ വിശ്വാസം പങ്കിടുന്ന വ്യക്തിയെ വേണം നിന്റെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കാനെന്ന് ദൈവത്തിൻ്റെ വചനം പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയെങ്കിൽ സഭ മിശ്രവിവാഹം അനുവദിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട മകനെ മകളെ, സഭ മിശ്രവിവാഹം അനുവദിക്കുന്നത് അത്രയും അറ്റ കൈക്കാണെന്ന് നീ മറക്കരുത്. അത് സഭയുടെ ആരോഗ്യപരമായ ജീവിത രീതി അല്ല. അത് സഭയുടെ യൂഷ്വൽ കസ്റ്റമല്ല. ഒരു നിവൃത്തിയില്ലാത്ത അറ്റ കൈക്ക് എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് അറ്റ കൈക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ മിശ്രവിവാഹം എന്ന് പറയുന്നത്. അത് സഭയുടെ ആരോഗ്യപരമായ രീതിയല്ല. അത് സഭയുടെ യൂഷ്വൽ സാധാരണ കസ്റ്റമല്ല. സഭയുടെ പിതാക്കന്മാർ സഭാ മക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എങ്ങനെയാണ്? അവരവരുടെ വിശ്വാസത്തിൽപ്പെട്ടവരെ മാത്രമേ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കാവൂ. അതാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സുഭാഷിതങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, ചിലപ്പോൾ ഓരോരും തോന്നിയേക്കാം, ഇതിലൊരു തെറ്റും വരില്ല, ഇതെനിക്ക് 100% ഉറപ്പുണ്ട്, ഈ കുട്ടി നല്ല കുട്ടിയായിരിക്കും, ഈ ഭർത്താവ് ഈ ഭാര്യ നന്നായിരിക്കും, എനിക്ക് ചേർന്നതായിരിക്കും, ഒരു കുഴപ്പം വരില്ല എന്ന് തോന്നുന്നുണ്ടാകാം. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, അതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സുഭാഷിതങ്ങൾ 16:25. സുഭാഷിതങ്ങൾ 16:25. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഏതെങ്കിലും സാഹചര്യത്തിൽ അന്യജാതികളുമായി കൂടിക്കലർന്ന് പ്രേമബന്ധങ്ങളും അവിഹിത വീഴ്ചകളും പല പാപങ്ങളിലും പെട്ട് ഇന്ന് മനസ്സ് കലങ്ങിക്കിടക്കുന്ന മക്കളായി ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നേർവഴി കാണിച്ചു കൊടുക്കണമേ. ആരോഗ്യത്തിൻ്റെ ഒരു തലമുറയുണ്ടാകാൻ നേർവഴികൾ, വചനപ്രകാരമുള്ള വഴികൾ പരിശുദ്ധാത്മാവേ അന്ധകാരത്തിൽ കലങ്ങിയിരിക്കുന്ന മക്കൾക്കായി അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. എന്ത് തീരുമാനമെന്ന് എടുക്കണം എന്ന് അറിയാതെ, എന്ത് തീരുമാനിക്കണമെന്നറിയാതെ ഇപ്പോൾ അസന്നിഗ്ധാവസ്ഥയിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ഉറച്ച വഴികളെ കാണിച്ചു കൊടുക്കണമേ.
ഓ പരിശുദ്ധാത്മാവെ, പല ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ നിമിത്തം മനസ്സെപ്പോഴും അന്ധകാര ജടിലമായ ചിന്ത കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അന്ധകാര ദുരാത്മാക്കൾ ആട്ടിപ്പായിച്ച് ദൈവത്തിൻ്റെ വെളിച്ചം അവരുടെ മനസ്സുകളിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് അവിഹിത വീഴ്ചകളിൽപ്പെട്ട് ജീവിതം നശിക്കുന്നൊരവസ്ഥയിലുള്ള ഏതെങ്കിലും മകനോ മകളോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ഒരു വിടുതൽ, ഒരു ഉയർച്ച, ഒരു അഭിഷേകം കൊടുക്കണമേ. കല്ലറകൾ തുറന്ന് ഉയർപ്പിക്കുന്നവനായ കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ നശിച്ച മക്കൾക്ക് വേണ്ടി ഏതെങ്കിലും സാഹചര്യത്തിൽ അധപതിച്ചു പോയ മക്കളുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ ആശ നഷ്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ പ്രത്യാശ മുഴുവൻ അസ്തമിച്ച മക്കളുണ്ടെങ്കിൽ, ഇപ്പോൾ വീണ്ടും ഉയർപ്പിക്കുന്ന അങ്ങയുടെ ശക്തി ആ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി നിരാശയുടെ കെട്ടുകൾ അഴിച്ച്, തകർച്ചയുടെ കെട്ടുകൾ അഴിച്ച് ഒരിക്കൽ കൂടെ ജീവനും ജീവിതവും കൊടുത്ത് അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവെ, കുടുംബങ്ങളെ ശിഥിലീകരിക്കുന്ന എല്ലാ ശിഥിലീകരണ ശക്തികളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കുടുംബങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ ശിഥിലീകരണ ശക്തികളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് ഈ ദാസൻ. കരടിയോ സിംഹമോ ഏതെങ്കിലും ഹിംസ്ര ജന്തുക്കളെ വന്ന് ഏതെങ്കിലും ഒരു ആടിനെ തട്ടിയെടുത്തുകൊണ്ട് പോയാൽ ഞാൻ അതിനെ പിന്തുടർന്ന് ഞാൻ അതിനെ വിടുവിക്കും. ആ സിംഹമോ കരടിയോ എന്നെ എതിർത്താൽ അതിനെ ജടക്കി പിടിച്ച് അടിച്ച് അതിനെ വലിച്ചു കയറി ആകാശത്തിലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണമായി ഇട്ടുകൊടുക്കും എന്ന് സാമുവേൽ പ്രവാചകൻ ഗ്രന്ഥത്തിൽ ദാവീദ് ഏറ്റുപറയുന്നുണ്ടല്ലോ. ഓ കർത്താവെ, സഭയുടെ മക്കൾ, കുടുംബങ്ങൾ, മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ അങ്ങനെയുള്ള മക്കളെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന എല്ലാ അന്ധകാര ദുർബോധങ്ങളെയും യേശുവിനെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് കെട്ടുന്നു. യേശുവിനെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് ശിഥിലീകരണ ശക്തികൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത അഭിഷേകം നിറയട്ടെ കർത്താവേ. സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയിരിക്കുന്ന അതിപ്രധാനമായൊരു നിർദ്ദേശമാണ് കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കുക. കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറ്റമറ്റ വിധം കൽപ്പനകൾ പാലിക്കാൻ നാം ജാഗരൂകരായിരിക്കണം. ബിക്കോസ് യു ആർ ആൻ ഇസ്രായേൽ. നീ ദൈവത്തോട് ഉടമ്പടിയുള്ളൊരു പൈതലാണ്. അതുകൊണ്ട് ലാഘവബുദ്ധിയോടെ കാണരുത്. ജീവിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങളാൽ നാം പരിപുഷ്ടരാകണം. ജീവിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ കൂദാശകളിൽ നാം അഭിഷേകം പ്രാപിക്കണം. സഭയിൽ ശക്തി പ്രാപിക്കണം. അതിന് ആവശ്യമില്ലാത്ത എല്ലാ കൂട്ടുകെട്ടുകളും അവിഹിത ബന്ധങ്ങളും ഉപേക്ഷിച്ചേ മതിയാവൂ. അവിഹിത വീഴ്ചകളിൽ നിന്ന് പിന്തിരിയണം. ജീവിക്കുന്ന കർത്താവിന് സുരഭില കാഴ്ചയായി മാറാൻ തക്കവണ്ണം നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സുരഭില ബലിയായി മാറാൻ തക്കവണ്ണം വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് പിന്തിരിയണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും കർത്താവിനെ വിളിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും കാലത്ത് മക്കളോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് അവിഹിത വീഴ്ചകളിൽ പോയിട്ടുണ്ടെങ്കിൽ, പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി അന്യജാതികളുമായി ഇടകലർന്ന് പലതരത്തിലുള്ള മിശ്രവിവാഹങ്ങളുടെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തുன்பങ്ങളും വിട്ടുപോകട്ടെ. അങ്ങനെയുള്ള പ്രേരണകളുണ്ടെങ്കിൽ പ്രേരണകൾ വിട്ടുമാറിപ്പോകട്ടെ. അങ്ങനെയുള്ള തെറ്റായ ബോധ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തെറ്റായ ബോധ്യങ്ങൾ മാറട്ടെ. കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന ഉപദ്രവ ശക്തിയിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തിയിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരാത്മ വ്യൂഹങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എതിർ ചിന്തകൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മല്ലടിക്കുന്ന ചിന്തകൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക കാര്യങ്ങളോട് എതിർപ്പുണ്ടാക്കുന്ന എല്ലാ സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ലിൻസ, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 1996 തുടങ്ങിയ മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു. അത് കുറച്ച് നാൾ കുറയും, ഓളിയിട്ട് വർത്താനം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ സ്തുതിക്കുമ്പോൾ അത് കൂടിയിട്ടാണ് എനിക്ക് വന്നിരുന്നത്. തല ഇവിടെ ഒന്നും നനക്കാൻ പറ്റേണ്ടിയിരുന്നില്ല. ഇന്നലെ സ്തുതിക്കുന്ന സമയത്ത് എനിക്കത് പൂർണ്ണമായിട്ടും വെട്ടിപ്പോയി. 96 മുതൽ നിരന്തരം സന്തോഷസഹചാരിയായി കൂടിയുള്ളതാണ് മൈഗ്രെയിൻ, ചെന്നിക്കുത്ത് എന്ന് പറഞ്ഞ വേദന. സ്തുതിക്ക് ഉറക്ക വർത്താനം പറയുമ്പോൾ അത് കൂടും. പക്ഷെ ഇവിടെ വന്നിട്ട് ഇത്രയും സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. ഒന്നും കൂടെ കൈയടിച്ച് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. അനങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. എൻ്റെ പേര് സിസ്റ്റർ കൊച്ചു
കൊച്ചു ത്രേസ്യ തൊടുപുഴയിൽ നിന്നും വരുന്നു. ഒരു വർഷമായിട്ട് എൻ്റെ 2 കാലിൻ്റെയും അരയ്ക്ക് കീഴോട്ട് നല്ല മരവിപ്പും വേദനയും ഉണ്ടായിരുന്നു. ഇവിടേക്ക് ധ്യാനിക്കാൻ പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ കാലിൻ്റെ വേദന മാറിക്കിട്ടി. ഇന്നലെ അച്ഛൻ ഇവിടെ ആരുടെയോ 2 പേരുടെ കാലിൻ്റെ മരവിപ്പ് മാറിയെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഇതുവരെ എനിക്ക് മരവിപ്പ് ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വർഷമായിട്ട് കാലിന് മരവിപ്പും വേദനയായിരുന്നു. ധ്യാനിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ വേദന മാറി. ഇന്നലെ കുർബാനയെ പങ്കെടുത്ത ശേഷം ആ മരവിപ്പും വിട്ടുമാറിപ്പോയി. ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മോനിക്ക. ഞാൻ മായന്നൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 12 വർഷമായി ശക്തമായ തലവേദനയുണ്ടായിരുന്നു. ഇതിനുവേണ്ടി ഒത്തിരിയേറെ ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. മരുന്നൊന്നും കഴിച്ചിരുന്നില്ല. എന്നാൽ ഈ ചൊവ്വാഴ്ചത്തെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഈ ബ്രദറായിരുന്നു എന്നെ കൗൺസിലിംഗ് നടത്തിയിരുന്നത്. ആ സമയത്ത് ബ്രദർ പറഞ്ഞു എന്നോട്, ഈശോ മോളെ സുഖപ്പെടുത്തുന്നു പറഞ്ഞു. നടുവിൻ്റെ വേദനയും ഈശോ അന്ന് സുഖപ്പെടുത്തി തന്നു. കണ്ണിന് കാഴ്ചശക്തി നന്നായിട്ട് തരുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ണിന് മെച്ചപ്പെട്ടോ? ഒരു 60%. ഹല്ലേലൂയ. 12 വർഷമായിട്ട് തലവേദന കർത്താവ് എടുത്തു മാറ്റി. അത് കൗൺസിലിംഗ് സമയത്ത് രാജിച്ചേട്ടൻ പ്രത്യേകം പറഞ്ഞു കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന്. അത് പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഇനി കണ്ണിൻ്റെത് ഈ കിട്ടിയതിന് ഓർത്ത് നന്ദി പറഞ്ഞു കഴിയുമ്പോൾ കണ്ണിൻ്റെ പ്രകാശം തെളിഞ്ഞു വരും.